വെണ്ണരയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു പശ്ചാത്തലം? അഭിലാഷ്, നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് മരിച്ച അല്ലിയുടെ വീട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അല്ലിയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്നത്. തൊട്ട് അയൽവക്കത്തുള്ളവരാണ് ഇത് കണ്ടത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇവർ ഉടനെ അസ്വാഭാവികത തോന്നി, ഇതൊരു മൃതദേഹമല്ലേ എന്നുള്ളൊരു സംശയം തോന്നി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് മകൻ പ്രദീപ്, അത് മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, നിരന്തരം ഇവിടെ ഈ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, അമ്മയുമായിട്ടൊക്കെ നിരന്തരം ബഹളം വെക്കുന്ന ആളായിരുന്നു പ്രദീപ് എന്നുകൂടി നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഉടൻ തന്നെ പോലീസ് പ്രദീപിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം താൻ കുഴിച്ചിട്ടതാണ് എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. പക്ഷെ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ അല്ലിയും മകനും പ്രദീപും മാത്രം ആണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഒരു മകളുണ്ട്, അല്ലിക്കൊരു മകളുണ്ട്, അതായത് പ്രദീപിന്റെ സഹോദരി. അവർ കാക്കനാട് തന്നെ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. കുറച്ച് അല്ലിക്ക് ഈ ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെന്നല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രദീപ് പക്ഷേ മദ്യപാനിയാണ്, നിരന്തരം ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. പ്രദീപിന്റെ കുടുംബം, അതായത് പ്രദീപിന് ഭാര്യയും കുട്ടികളുമുണ്ട്. അവരുമായി പിരിഞ്ഞ് കുറച്ച് വഴക്കുകളെ തുടർന്ന് അവരുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി നടത്തേണ്ടതുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊരു കൊലപാതകമാണോ എന്നതിലേക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസും ആ ഒരു സംശയം തള്ളിക്കളയുന്നില്ല. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണമുണ്ട്, അതിലേക്കൊന്ന് പോകാം. പ്രായമായ അമ്മ പുള്ളി ഇന്നലെ മരുന്നിന് കൊണ്ടുപോയിട്ടുണ്ട്. ഭാര്യയായിട്ടൊക്കെ പുള്ളി ഉടക്കി. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ വീട്ടില് അമ്മയും ഇളയ മോനുമാണ് താമസിക്കുന്നത്. അതെവിടെയാണെന്ന് അറിയില്ല. പുള്ളി ഏതോ ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചു. വെള്ളം മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അല്ലല്ല, അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ പുള്ളിക്ക് ചികിത്സയ്ക്ക് ഉണ്ട്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അതെ, 3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. അല്ല, അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തതാണ്. അവരാരും ഇടപെടാറില്ല സത്യത്തില്. പുള്ളിക്ക് ഇവിടെ ടയർ കട ഉണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. സ്ഥിരം വെള്ളം ഒടിച്ച് നടക്കണേ പുള്ളി. ടയർ കട തുറക്കാതെ പുള്ളിയുടെ ഭാര്യ ഉടക്കി പിണങ്ങിപ്പോയി. ഭാര്യ വീട്ടിലാണ്. മകള് ഇളയ മോനുണ്ട് കൂടെ. ഇളയമോൻ ആളുടെ കൂടെ ഉണ്ട്. അതെ, ഇളയമോനുണ്ട്. പിന്നെ മൂത്ത മോൻ അമ്മയുടെ കൂടെയാണ്. അമ്മ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്ന ആളായിരുന്നോ? ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകില്ല. കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. കാരണം എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നോ ഇല്ലോ എന്നുള്ള അറിയില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണ് നിലവിലുള്ള. അഭിലാഷ്, ഇങ്ങനെയാണ് അതെവിടെയാണെന്ന് അറിയില്ല. പുള്ളി ഏതോ ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചു. വെള്ളം മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അല്ലല്ല, അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ പുള്ളിക്ക് ചികിത്സയ്ക്ക് ഉണ്ട്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അതെ, 3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. അല്ല, അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തതാണ്. അവരാരും ഇടപെടാറില്ല സത്യത്തില്. പുള്ളിക്ക് ഇവിടെ ടയർ കട ഉണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. സ്ഥിരം വെള്ളം ഒടിച്ച് നടക്കണേ പുള്ളി. ടയർ കട തുറക്കാതെ പുള്ളിയുടെ ഭാര്യ ഉടക്കി പിണങ്ങിപ്പോയി. ഭാര്യ വീട്ടിലാണ്. മകള് ഇളയ മോനുണ്ട് കൂടെ. ഇളയമോൻ ആളുടെ കൂടെ ഉണ്ട്. അതെ, ഇളയമോനുണ്ട്. പിന്നെ മൂത്ത മോൻ അമ്മയുടെ കൂടെയാണ്. അമ്മ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്ന ആളായിരുന്നോ? ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകില്ല. കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. കാരണം എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നോ ഇല്ലോ എന്നുള്ള അറിയില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണ് നിലവിലുള്ള. അഭിലാഷ്, ഇങ്ങനെയാണ്, അതായത് ഈ പ്രദീപ് മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിരന്തരം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിനാൽ നാട്ടുകാരും തന്നെ ഇവരുമായിട്ട്
സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അല്ലി പ്രമേഹ രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉള്ളതിനാൽ അവരിപ്പോൾ കുറച്ച് നാളുകളായി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അസ്വാഭാവികത തൊട്ട് അടുത്തുള്ളവർ കണ്ടത്. അതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഉടൻ തന്നെ മകനെ കസ്റ്റഡിയിലെടുത്തു. മകൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടതെന്നാണ്. പക്ഷെ അത് പോലീസിന് അതിൽ ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ഒരു മരിച്ചതിന് ശേഷം കുഴിച്ചിടേണ്ട ആവശ്യം എന്താ, നാട്ടുകാരെ അറിയിക്കേണ്ടേ, അല്ലെങ്കിൽ ഒരു മകൾ, ഒരു സഹോദരി കൂടിയുണ്ട് പ്രദീപിനെ, അവരെയൊക്കെ കുടുംബത്തെ അറിയിക്കേണ്ട ഒരു സാഹചര്യമല്ലേ. പക്ഷെ ഇതെന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടത് എന്നതിലൊരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനിയൊരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്കാണ് പോലീസും എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മരിച്ച അല്ലിയുടെ മകൾ ആണെന്ന് തോന്നുന്നു. പോലീസ് അവരുമായി സംസാരിക്കുന്നുണ്ട്. യെസ്, എന്താണ് സംഭവിച്ചത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ അവിടെ നിന്ന് പ്രദേശവാസികളടക്കം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രദീപ് യെസ്, എന്തായാലും അല്ലിയുടെ മകൾ എന്ന് തോന്നുന്നു. മകളുടെ ഈ ആദ്യം കണ്ട ഈ സംഭവം പറഞ്ഞുകൊള്ളുന്നു അഭിലാഷ്. ഇപ്പോൾ പോലീസ് സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന യുവതി ഈ അയൽവാസിയാണ്. ഇവരാണ് ആദ്യമായി ഈ സംഭവം കണ്ടത്. അതായത് ഈ മൃതദേഹം പ്രദീപ് വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്നത് കണ്ടത് ആ യുവതിയാണ്. അവരെയാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലെ അയൽക്കാരിയാണ്. അവരെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മകളെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് വളരെ വിഷമത്തോടെ ഇവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഈ പ്രദീപും ഒപ്പം ഈ മരിച്ച അല്ലി പ്രദീപിന്റെ മകനുമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. മകൾ മറ്റൊരു വീട്ടിലാണ്, കാക്കനാട് ഭാഗത്ത് തന്നെ മറ്റൊരു വീട്ടിലാണ്. ഈ പ്രദീപ് ഭാര്യയുമായി പിണങ്ങി താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മദ്യപാനിയാണ്, കടുത്ത മദ്യപാനിയാണ്. നിരന്തരം വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി കൂടിയാണ് പ്രദീപ് എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇവിടെ വലിയ ബഹളം കേട്ടതായി നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ നിരന്തരം ഈ ഒരു പ്രശ്നക്കാരനായതുകൊണ്ട് നാട്ടുകാരും ഇടപെടാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെയാണ് അസ്വാഭാവികമായി വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുന്നത് അയൽവാസി കാണുകയും ഉടൻ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അല്ലിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷെ അപ്പോഴും പ്രദീപ് പറയുന്ന മൊഴി അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടതാണെന്ന്. പക്ഷെ അത് പോലീസ് മുഖവരിക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണകാരണം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൊലപാതകമാണോ എന്നുള്ളൊരു സംശയവും ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അങ്ങനെ അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അമ്മ മറ്റസുഖം വന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടതാണെങ്കിൽ അത് സ്വാഭാവികമായും കുടുംബത്തെയോ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയോ ഒക്കെ അറിയിക്കേണ്ട കടമ പ്രദീപിനുണ്ട്. പക്ഷെ അത് ചെയ്യാതെ നേരെ കുഴിച്ചിട്ടത് എന്തിനാണെന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. അതുകൊണ്ടാണ് ഒരു കൊലപാതകം ആണ് എന്നൊരു സംശയത്തിലേക്കും പോലീസ് എത്തി നിൽക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണോ, ബലപ്രയോഗത്തിലൂടെയാണോ കൊലപാതകം, അതോ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും പോലീസ് സമീപവാസികളുടെ മൊഴിയെടുക്കുകയാണ്. അടുത്ത വീടുകളിലൊക്കെ എത്തി അവരുടെയൊക്കെ വിശദമായ മൊഴിയെടുത്തു. അവരെല്ലാം പറയുന്നത് പ്രദീപ് നിരന്തരം പ്രശ്നക്കാരനായിരുന്നു, മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽക്കാരും പ്രദീപുമായിട്ടോ അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ടോ ഒന്നും സംസാരിക്കാത്ത സാഹചര്യമായിരുന്നു. പ്രദീപിന്റെ ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ് പ്രദീപ്. അമ്മയും പ്രദീപിന്റെ മൂത്ത മകനും മാത്രമായിരുന്നു ഈ വീട്ടിലുള്ളത്. രണ്ടാമത്തെ മകൻ ഭാര്യയ്ക്കൊപ്പമാണ് താമസിക്കുന്നത്. ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയും മറ്റൊരു അതെവിടെയാണെന്ന് അറിയില്ല. പുള്ളി ഏതോ ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചു. വെള്ളം മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അല്ലല്ല, അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞ പുള്ളിക്ക് ചികിത്സയൊക്കെ ഉണ്ട്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും ബഹളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. അതെ, 3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. അല്ല, അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തതാണ്. അവരാരും ഇടപെടാറില്ല സത്യത്തില്. പുള്ളിക്ക് ഇവിടെ ടയർ കട ഉണ്ട്. ടയർ കട ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. സ്ഥിരം വെള്ളം ഒടിച്ച് നടക്കണേണ് പുള്ളി. ടയർ കട തുറക്കാതെ പുള്ളിയുടെ ഭാര്യ ഉടക്കി പിണങ്ങിപ്പോയി. ഭാര്യ വീട്ടിലാണ്. മകള് ഇളയ മോനുണ്ട് കൂടെ. ഇളയമോൻ ആളുടെ കൂടെ ഉണ്ട്. അതെ, ഇളയമോനുണ്ട്. പിന്നെ മൂത്ത മോൻ അമ്മയുടെ കൂടെയാണ്. അമ്മ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്ന ആളായിരുന്നോ? ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ്. അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോകില്ല. കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ്.
അപ്പോൾ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ആയത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല. കാരണം എല്ലാവരും ചീത്ത വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നോ ഇല്ലയോ എന്നുള്ള അറിയില്ല. പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണ് നിലവിലുള്ള. അഭിലാഷ്, ഇങ്ങനെയാണ്, അതായത് ഈ പ്രദീപ് മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിരന്തരം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിനാൽ നാട്ടുകാരും തന്നെ ഇവരുമായിട്ട് സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അല്ലി പ്രമേഹ രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉള്ളതിനാൽ അവരിപ്പോൾ കുറച്ച് നാളുകളായി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അസ്വാഭാവികത തൊട്ട് അടുത്തുള്ളവർ കണ്ടത്. അതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഉടൻ തന്നെ മകനെ കസ്റ്റഡിയിലെടുത്തു. മകൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടതെന്നാണ്. പക്ഷെ അത് പോലീസിന് അതിൽ ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ഒരു മരിച്ചതിന് ശേഷം കുഴിച്ചിടേണ്ട ആവശ്യം എന്താ, നാട്ടുകാരെ അറിയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു മകൾ, ഒരു സഹോദരി കൂടിയുണ്ട് പ്രദീപിന്, അവരെയൊക്കെ കുടുംബത്തെ അറിയിക്കേണ്ട ഒരു സാഹചര്യമല്ലേ? പക്ഷെ ഇതെന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടത് എന്നതിലൊരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനിയൊരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്കാണ് പോലീസും എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മരിച്ച അല്ലിയുടെ മകൾ ആണെന്ന് തോന്നുന്നു. പോലീസ് അവരുമായി സംസാരിക്കുന്നുണ്ട്.